ഹലോ, ഇന്ന് പെസഹ വ്യാഴമാണ്. എല്ലാവർക്കും എൻ്റെ പെസഹ വ്യാഴം ആശംസകൾ. അപ്പോൾ ബൈബിളിൽ 365 തവണ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് പല പല വചനങ്ങളുടെ കൂടെയാണുള്ളത്. അപ്പോൾ 365 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിലെ ദിവസങ്ങളാണ്. ഓരോ ദിവസവും ദൈവം നമ്മളോട് പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതൊരു ഹോപ്പാണ്, നമുക്ക് തരുന്ന ഒരു ഹോപ്പാണ്. അപ്പോഴത്തേക്കും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആര് വേണം നമ്മുടെ കൂടെ? ആരും നമ്മുടെ കൂടെ വേണ്ട. മഹാഭാരത യുദ്ധം നടക്കുമ്പോഴത്തേക്കും കുറേ അക്ഷൗഹിണി സേനയും ഒക്കെ വേണോ അതോ കൃഷ്ണനെ വേണോ എന്ന് കൃഷ്ണൻ ചോദിക്കുക. അപ്പം ധൃതരാഷ്ട്രരും അവരുടെ പുത്രന്മാരും എടുത്തത് അക്ഷൗഹിണി സേനയും എല്ലാവരെയാണ്. പക്ഷെ അർജുനൻ എടുത്തത് ആരെയാണ്? കൃഷ്ണനെയാണ്. അപ്പോൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരും വേണ്ട. അപ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പല രീതിയിലാണ് അത് പറയുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഡു നോട്ട് ബി അഫ്രൈഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷിലാണെങ്കിൽ പറയുന്നത്. ഡു നോട്ട് ബി അഫ്രൈഡ്. ഏശയ്യ 41:10 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മളുടെ കൂടെയുണ്ട്. നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കും, കാത്ത് സംരക്ഷിക്കും, ഉള്ളംകൈയിൽ രേഖപ്പെടുത്തും, കൈവെള്ളയിൽ കൊണ്ട് നടക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ദൈവം പറയുന്നുണ്ട്. ഉഷോ 1:9 ധൈര്യവാനായിരിക്കുക, ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. ലൂക്ക 1:30 ഭയപ്പെടേണ്ട മറിയമേ എന്ന് പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ഭയം തോന്നുന്ന അവസ്ഥയിൽ, അയ്യോ എനിക്കിനി ഒന്നും സാധിക്കില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഇങ്ങനെ വിചാരിക്കുക, ദൈവം കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട തന്നെ വിചാരിക്കുക. ഹോപ്പുണ്ട് കേട്ടോ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഹോപ്പുണ്ട്.